ഹായ് ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു കന്യാകുമാരി വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ പോകുന്നത് കന്യാകുമാരിയിലേക്കാണ്. അപ്പോൾ അതാ ട്രെയിൻ കാത്ത് നിൽക്കുകയാണ് കേട്ടോ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ ട്രെയിൻ വരുന്നത് വൈകുന്നേരം 5 മണിക്കാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ചെന്നിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഗായ്സ്, നമുക്ക് പോകാനുള്ള തിരുനെൽവേലി എക്സ്പ്രസ് പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദാ നമ്മൾ 1 മണിയായപ്പോൾ നാഗർകോവിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്നാണ് കന്യാകുമാരിയിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ജനുവരി 1 ആണ്. അപ്പോൾ 2026 ആയി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ നേരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ആഘോഷങ്ങളൊക്കെ തുടങ്ങി, ഫുള്ള് ലൈറ്റിങ്സ് ആണ് ഇവിടെ. അപ്പോൾ പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് തിരക്കിലായതുകൊണ്ട് തന്നെ ജനുവരി 1 വീഡിയോ എഡിറ്റ് ചെയ്ത് വരാനായിട്ട് കുറച്ച് ടൈം എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ ഇനി എങ്ങോട്ട് പോകണം എന്നറിയാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് കന്യാകുമാരിയിലേക്കുള്ള ബസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 45 മിനിറ്റ്സ് ട്രാവൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഓപ്പൺ ഒന്നും ആയിട്ടില്ല. നമ്മൾ വെളുപ്പിന് തന്നെ ഒരു 2 മണി 2:30 ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഒന്ന് ഫ്രഷൊക്കെ ആയി വന്നു. അപ്പോഴേക്കും ഇവിടെ തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വിവേകാനന്ദ പാറയിലേക്ക് പോകാനുള്ള ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങളിവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ടിക്കറ്റിന് 100 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന ശേഷം ഇനി നമ്മൾ വിവേകാനന്ദ പാറയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ബോട്ട് സർവീസ് ഉണ്ട് അങ്ങോട്ടേക്ക്. അപ്പോൾ ഇതാണ് അതിൻ്റെ ലുക്ക് കേട്ടോ. കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ. അപ്പോൾ കുറേ കൺസ്ട്രക്ഷൻ വർക്ക്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ പോയി കണ്ടിട്ടുണ്ട് കേട്ടോ. എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം ഞാൻ ഇതിന് മുൻപ് കന്യാകുമാരി പോയിട്ടുണ്ടെങ്കിലും വിവേകാനന്ദ പാറയിൽ പോകാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അതിൻ്റെ ഫുൾ എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല അടിപൊളി വർക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ. നല്ല രസമുണ്ടല്ലേ. അപ്പം ഞങ്ങൾ പിന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു പുതിയ ഗ്ലാസ് ബ്രിഡ്ജ് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്നോ, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ ആണ്. നിങ്ങൾ നേരെ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്കറിയാം. നമുക്ക് ആ ഒരു ഇതിൻ്റെ വ്യൂ ആണ് ആ കാണുന്നത്. ഫുള്ള് നല്ല ഭംഗിയാണ് കേട്ടോ. ആദ്യമൊക്കെ കയറിയപ്പോൾ നല്ല പേടി ഉണ്ടായിരുന്നു, കാരണം ഗ്ലാസ് ആയതുകൊണ്ട്. പിന്നെ നമ്മൾ കുറച്ച് നടന്നപ്പോഴേക്കും ഓക്കെ ആയി. എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഇതാണ് കേട്ടോ. നല്ല അതിൻ്റെ വ്യൂ, താഴേക്ക് നോക്കുമ്പോഴുള്ള ഒരു വ്യൂ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇപ്പോൾ കന്യാകുമാരിയിൽ വരുന്നവർ മസ്റ്റായിട്ട് ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. നല്ല അടിപൊളി സെറ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് പർച്ചേസൊക്കെ ചെയ്ത ശേഷം നമ്മൾ തിരിച്ചു പോകുകയാണ്. അപ്പോൾ ട്രെയിനിലാണ് കേട്ടോ പോകുന്നത്. ഇവിടുന്ന് തൊട്ടടുത്തുനിന്ന് കന്യാകുമാരി സ്റ്റോപ്പ് ഉണ്ട് ട്രെയിനിൻ്റെ. അപ്പോൾ അവിടുന്ന് ഇനി പോകുന്നത് തിരുവനന്തപുരം സെൻട്രലിലേക്ക് 10:10 ഒരു ബംഗളൂരു KSR ബംഗളൂരു ഉണ്ട്. അപ്പോൾ അതിനാണ് പോകുന്നത്. 12:30 ആകുമ്പോഴേക്കും തിരുവനന്തപുരം സെൻട്രലിൽ എത്തും കേട്ടോ. അപ്പോൾ ഇനി തിരുവനന്തപുരം വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ സ്റ്റേ ട്യൂൺഡ്.